കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ലൈബ്രറി സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രഘു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി സംഗമം കൃഷ്ണപുരത്ത് നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനം ഈ രൂപത്തിൽ പോയാൽ മതിയോ? എന്തെല്ലാം മാറ്റങ്ങൾ വരണം? വളരെ വിശദമായ ഒരു ചർച്ച കൗൺസിൽ മുൻകൈ എടുത്തുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 12, 13, 14 തീയതികളിൽ തിരുവനന്തപുരം മുതൽ വടക്കോട്ടുള്ള 7 ജില്ലകളിലെ താലൂക്ക് സെക്രട്ടറി പ്രസിഡന്റ്, താലൂക്കിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം, ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ്, ജില്ലാ ലൈബ്രറി ഓഫീസർ, ഇത്രയും പേർ പങ്കെടുക്കുന്ന ഒരു ശില്പശാല തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടിയിൽ വെച്ച് നടക്കുകയുണ്ടായി. 28, 29, 30 തീയതികളിലായി അവശേഷിക്കുന്ന 7 ജില്ലകളിൽ ശില്പശാല വയനാട്ടിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. 3 ദിവസക്കാലമായി 12 വ്യത്യസ്ത പേപ്പറുകളാണ് നമ്മൾ ആ ശില്പശാലയിൽ പ്രസന്റ് ചെയ്തത്. തിരുവനന്തപുരം, വയനാട് ശില്പശാലകൾക്ക് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ മാർഗരേഖ തയ്യാറാക്കി മറുപടി എന്ന രൂപത്തിൽ ഉൾക്കൊള്ളേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മാർഗരേഖ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി പോവുകയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പുതിയ തലമുറയ്ക്ക് എന്താണ് ആവശ്യമുള്ളത് അത് കൊടുക്കുവാനുള്ള ബാധ്യത ഈ പുതിയ തലമുറയിൽ തന്നെ ജീവിക്കുന്ന പഴയ തലമുറയുടെ സംസ്കാരത്തിൽ ഉൾക്കൊണ്ടു പോകുന്ന നമുക്ക് കഴിയണം. നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ ഗ്രന്ഥശാല പ്രവർത്തനത്തെ നടത്തിക്കൊണ്ടു പോകണം? എങ്ങനെ നമുക്ക് ഗ്രന്ഥശാല പ്രവർത്തനം, പുസ്തകം വായന മാത്രം മതിയോ? നേരത്തെ ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ വായനയും ചെറിയ ചെറിയ കലാപരിപാടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരുന്നുവെങ്കിൽ ഇന്ന് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്പർശിക്കുന്ന തരത്തിലേക്ക് ഗ്രന്ഥശാല പ്രവർത്തനം മാറ്റുവാനുള്ള ഒരു നീക്കമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം നടപ്പിലാക്കുന്നത്. വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. 2025-2026 റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും 2026-2027 ബജറ്റും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CNN നമ്പി അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി N രാമചന്ദ്രൻ നായർ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.